ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 8-ാം തിരുവചനം നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. പാപിയുടെ പതനത്തിൻ്റെ കാരണം അവൻ്റെ ചുണ്ടുകളാണ്. പാപിയുടെ പതനത്തിൻ്റെ കാരണം അവൻ്റെ ചുണ്ടുകളാണ്. ചീത്ത വാക്ക് പറയുന്നവൻ്റെയും നിങ്ങൾ ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം അവൻ്റെ നാവ് തന്നെ. ഇതാ പറഞ്ഞു വെക്കുക. ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും പതനത്തിന് കാരണം നാവ് തന്നെ. നമ്മുടെ ചുണ്ടുകളെയും നാവിനെയും വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഇവിടെ പ്രവാചകൻ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ദൈവം അവൻ്റെ നാവിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. മാലാഖ ഒരു കുടിൽ കൊണ്ടുപോയി തീക്കട്ടയെടുത്ത് അവൻ്റെ നാവിൽ സ്പർശിച്ചപ്പോൾ അവൻ്റെ നാവിനെ വിശുദ്ധീകരിച്ചു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളുടെ അധരത്തെയും നാവിനെയും അവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.